ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ട്രക്കിങ്ങിന് പോവാണ് ഇടുക്കി ജില്ലയിലെ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഥയും ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു കൊച്ചു ഗ്രാമത്തിൽ മാർക്കോ എന്ന് പറഞ്ഞ ഒരു 24 വയസ്സുകാരൻ ജീവിച്ചിരുന്നു. അവന് പല ചിന്തകളായിട്ട് അവൻ്റെ മൈൻഡ് ഇങ്ങനെ ഒരു കൊടുങ്കാറ്റ് പോലെ ഇങ്ങനെ ഒരു മൂടപ്പെട്ട ഒരു മൈൻഡായിരുന്നു അവൻ്റെ. അങ്ങനെ അവന് നേരവണ്ണം രാത്രി പോലും ഉറങ്ങാൻ കഴിയാതെ, ആളുകളോട് ചിരിക്കാൻ പോലും കഴിയാതെ അങ്ങനെ വളരെ അസ്വസ്ഥനായി നിൽക്കുമ്പോഴാണ് ഒരു വ്യക്തി അവനോട് പറയുന്നത്, ഒരു നാട്ടിൽ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയുണ്ട്, അവരെ ഒന്ന് പോയി കാണും. ആ വ്യക്തി ആ നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം പ്രായമായി. ഇപ്പോൾ നഗരത്തിലുള്ള തിരക്കേറിയ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് അവർ ഒരു പ്രകൃതിയാൽ ചുറ്റപ്പെട്ടൊരു നാട്ടിൽ വന്നു. ചില സമയങ്ങളിൽ അദ്ദേഹം സന്ദർശകർക്ക് ഉപദേശം നൽകിയിരുന്നു. ഇത് കേട്ട് മാർക്കോ കൗതുകത്തോടെ പ്രതീക്ഷയോടെ ആ വൃദ്ധനെ കാണാമെന്ന് വിചാരിച്ച് അവരുടെ അടുത്ത് പോയി. ചിലപ്പോൾ ഈ വ്യക്തിക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ അയാൾ അങ്ങോട്ട് പോയി. അപ്പോൾ ആ വീടിൻ്റെ മുറ്റത്ത് ആ വൃദ്ധൻ വളരെ ശാന്തമായിരിക്കുന്നത് അവൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടച്ചിരുന്നു. വളരെ ശാന്തനായിട്ടാണ് അദ്ദേഹത്തെ കണ്ടത്. മാർക്കോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്ന് മൃദുവായി പറഞ്ഞു, മുത്തച്ഛൻ, എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമാണ്. എനിക്ക് ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ശാന്തത വേണം. എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? വൃദ്ധൻ മെല്ലെ കണ്ണുകൾ തുറന്നു ശാന്തമായി പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ നിങ്ങൾ സമാധാനത്തിന് തിരയുകയാണ് എങ്കിൽ എൻ്റെ കൂടെ വരൂ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ജോലി നൽകാം. അങ്ങനെ അദ്ദേഹം മാർക്കോൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. ഗ്ലാസ് അത്രക്കും നിറഞ്ഞതിനാൽ ഒരൽപ്പം കുലുങ്ങിയാൽ പോലും വെള്ളം തുളുമ്പിപ്പോകുമായിരുന്നു. അവൻ അദ്ദേഹത്തെ അത്ഭുതത്തോടെ നോക്കി. എന്നാലും ആ വെല്ലുവിളി അവൻ ഏറ്റെടുക്കാൻ തയ്യാറായി. അവൻ വളരെ ശ്രദ്ധയോടെ ഗ്രാമത്തിലൂടെ നടക്കാൻ തുടങ്ങി. റോഡ് വളരെ ഇടുങ്ങിയതും തിരക്കേറിയതുമായിരുന്നു. ചിലരൊക്കെ അവനെ നോക്കുന്നുണ്ടായിരുന്നു, ചിലർ ഓടുന്നു. കച്ചവടക്കാരാണെങ്കിൽ നായകൾ കുരക്കുന്നു. എന്നാൽ മാർക്കോ ചുറ്റും നോക്കിയില്ല. അവൻ്റെ കണ്ണുകൾ ആ ഗ്ലാസ്സിൽ മാത്രം നോക്കിയിരുന്നു. അവൻ ചുവട് വെച്ച് മുന്നോട്ട് പോയി. ആളുകൾ അവനെ അത്ഭുതത്തോടെ നോക്കിയെങ്കിലും ആരും അവനെ ശല്യപ്പെടുത്തിയില്ല. അവൻ പ്രധാനപ്പെട്ട എന്തോ കാര്യമാണ് പഠിക്കുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. ഒടുവിൽ മാർക്കോ വൃദ്ധൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തിയിട്ട് പറഞ്ഞു, മുത്തശ്ശൻ, ഞാൻ അത് ചെയ്തു. ഞാൻ ഒരൊറ്റ തുള്ളി വെള്ളം പോലും തുളുമ്പിച്ചില്ല. വൃദ്ധൻ തല കുലുക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അത് കൊള്ളാം, പക്ഷേ എന്നോട് പറയൂ, വഴിയിൽ കളിക്കുന്ന കുട്ടികൾ നിങ്ങൾ കണ്ടിരുന്നോ? നായകൾ കുരക്കുന്നത് നിങ്ങൾ കേട്ടിരുന്നോ? മാർക്കോ അത്ഭുതത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, ഞാനൊന്നും കണ്ടതുമില്ല കേട്ടതുമില്ല. ഞാൻ ക്ലാസ്സിൽ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. വൃദ്ധൻ വീണ്ടും ചിരിച്ചിട്ട് പറഞ്ഞു. വൃദ്ധൻ സൗമ്യമായി പറഞ്ഞു, അതാണ് രഹസ്യം. നിങ്ങൾ അറിയാതിരുന്ന ഒന്ന് നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സ് വർത്തമാന കാലഘട്ടത്തിലായിരിക്കുമ്പോൾ അവിടെ ഭയത്തിനോ ആശയക്കുഴപ്പത്തിനോ അധിക ചിന്തകൾക്കോ ഇടമില്ല. നിങ്ങൾ ആ ഗ്ലാസ്സിലെ വെള്ളത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിരുന്നത്. ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമായി. നിങ്ങൾ ഭൂതകാലത്തെക്കുറിച്ച് ദുഃഖിച്ചില്ല, ഭാവിയെക്കുറിച്ച് ഭയപ്പെട്ടുമില്ല. പതിയെ മാർക്കോക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഈ സമാധാനമാണ് അവൻ അന്വേഷിച്ചിരുന്നത്. സമാധാനം എന്നത് നമ്മൾ പുറത്ത് കാട്ടേണ്ട ഒന്നല്ല. നമ്മൾ വർത്തമാന നിമിഷത്തിൽ ജീവിക്കുമ്പോൾ സമാധാനം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. മാർക്കോ തല കുനിച്ച് പറഞ്ഞു, മുത്തശ്ശൻ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ മനസ്സ് ശാന്തമാകണമെങ്കിൽ ഞാൻ അതിനെ ഈ നിമിഷത്തിൽ നിലനിർത്തണം. അപ്പോഴാണ് യഥാർത്ഥ സമാധാനം വരുന്നത്. വൃദ്ധൻ വീണ്ടും പുഞ്ചിരിച്ചു. സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. അവസാനത്തെ പ്രകാശം നിലത്ത് തട്ടി. പക്ഷികൾ
കൂടുകളിലേക്ക് പറന്നു പോവുകയായിരുന്നു. മാർക്കോ തിരികെ വീട്ടിലേക്ക് നടന്നു. എന്നാൽ ഇപ്പോൾ അവൻ അതേ അസ്വസ്ഥനായ യുവാവായിരുന്നല്ല. അവൻ മാറ്റം വന്നിരുന്നു. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചു കൊണ്ട് അവൻ ഉള്ളിൽ ശാന്തനായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെല്ലാവരും എന്താ പറയുക, ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ പ്രസൻറ്റും പാസ്റ്റും ആലോചിച്ച് നമ്മൾ വെറുതെ തല പുകക്കണ ഒരു സ്വഭാവം ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കുക. ഭാവിയെക്കുറിച്ചോ ബാക്കിലെ കുറിച്ചോ ഒന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓലൊന്നും അനങ്ങൂലടാ, ഓലൊന്നും ഇത് കയറിയില്ല. മുസ്തുക്ക മാത്രല്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇവിടെ വരുന്ന മേലെ കൂടെ